ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ധർമ്മം. ഇങ്ങനെ മരിച്ചുപോയ മനുഷ്യരെയാണ്, ആ മനുഷ്യരുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് വാസ്തവത്തിൽ ഈ അടിമ ചരിത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്ര ഗംഭീരമായ ഒരു ട്രിബ്യൂട്ട് നമ്മൾ പറയില്ലേ, ആദരവ് ഒരുപക്ഷെ ആ മനുഷ്യർക്ക് ചെയ്യാൻ ബാബുവിനെ പോലുള്ള ഒരാൾ സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇവിടെ വരാനും ഇതൊക്കെ സാക്ഷിയാവാനും എനിക്കും നിങ്ങൾക്കൊക്കെ കഴിഞ്ഞത് വലിയൊരു സൗഭാഗ്യമാണ്. വാസ്തവത്തിൽ നാം ഇന്നൊരു ചരിത്ര സന്ദർഭത്തിനാണ് ആ മുഹൂർത്തത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരു 50 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നേ ഒരു പക്ഷേ എവിടെയുള്ള നമ്മളിൽ പല ആൾക്കാരും ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. അപ്പോഴാണ് മണാശ്ശേരിയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ അടിമകളെക്കുറിച്ച് ഇങ്ങനെ ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുക. അന്നത്തെ ഇന്ത്യ എന്തായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബ്രാഹ്മണ്യമാണോ